എല്ലാ ചിങ്ങക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. പഠനം, ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തുവകകൾ, കുടുംബം, ആരോഗ്യം, പൊതുവായ ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ എന്നീ രീതിയിലാണ് ഈ വീഡിയോയിൽ വിഷയങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ട് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിങ്ങക്കൂറുകാർക്ക് വിദേശ പഠനം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സൈനികവുമായി ബന്ധപ്പെട്ടതോ ആരോഗ്യം, ഡാൻസ്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ വർക്കുകൾ, യോഗ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അത്തരം മേഖലയിൽ താല്പര്യമുള്ള ചിങ്ങക്കൂറുകാർ തീർച്ചയായിട്ടും അത് പിന്തുടർന്ന് പോകാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ചിങ്ങക്കൂറുകാർക്ക് കലാപരമായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണം ഉണ്ടാകും. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, ആഭരണങ്ങൾ, ഡിസൈനിങ്, അതുപോലെയുള്ള വൈദഗ്ധ്യം, കലാപരമായിട്ടുള്ള വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ട പരിശീലനങ്ങൾ യഥാവിധി ചെയ്ത് മുന്നേറാവുന്നതാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, പ്രത്യേകിച്ചും കാറ്ററിംഗ്, ഹോട്ടൽ, അതുപോലെ തന്നെ ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചിങ്ങക്കൂറുകാർക്ക് അല്പം റിസ്ക് ഉള്ള ഒരു വർഷമാണ്. അമിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ശരിയായ രീതിയിൽ പ്ലാനിങ്ങോ അന്വേഷണമോ ഇല്ലാതെ ചെയ്യുന്നത് ബിസിനസ്സിനെ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ചും സ്വദേശത്ത് ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് വരുമാനം ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ചെലവ് അല്ലെങ്കിൽ അതിനു തുല്യമായിട്ടുള്ള ചെലവുകൾ വരാം. പ്രത്യേകിച്ചും മെഡിക്കൽ, ആശുപത്രി, മരുന്ന് തുടങ്ങിയ ചെലവുകൾ വരുവാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ അത് കവർ ചെയ്യാൻ വേണ്ട ഇൻഷുറൻസോ മറ്റ് സൗകര്യങ്ങളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഭൂമി അല്ലെങ്കിൽ വാഹനം തുടങ്ങിയവ വാങ്ങണമെന്നോ അല്ലെങ്കിൽ വിൽക്കണമെന്നോ നിലവിലുള്ളവയെ വിപുലീകരിക്കുവാനോ വികസിപ്പിക്കുവാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള കാലയളവാണ്. സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ ഭൂമി വേണം എന്നുള്ള നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഈ വർഷം പൂവണിയാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഇതിന് അനുകൂലമായിട്ടുള്ള സമയമല്ല, ദശാപഹാരങ്ങൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങൾ, സന്താനങ്ങൾ എന്നിവയിലൂടെ ഗുണഫലങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളിലൂടെ കുടുംബത്തിന് അഭിവൃദ്ധി, അഭിമാനിക്കത്തക്കതായിട്ടുള്ള നേട്ടങ്ങൾ മുതലായവ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായ ചിലവുകൾ അതിലൂടെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. കൃത്യമായ ദിനചര്യ, വ്യായാമം, ഭക്ഷണക്രമം, ഉറക്കം എന്നിവ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം വേണ്ടതാണ്. പൊതുവിൽ ബിസിനസ്, വസ്തുവകകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ, കുടുംബം എന്നീ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ചിങ്ങക്കൂറുകാർക്ക്. പഠനം, ജോലി, സാമ്പത്തികം എന്നീ വിഷയങ്ങളിൽ വളരെ അനുകൂലവുമാണ്. മഹാവിഷ്ണുവിന് തുളസിമാല ഗുരുവായൂരിൽ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും നിത്യേനയുള്ള നാരായണ മന്ത്രജപങ്ങൾ, പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുന്നത് വളരെ നല്ല പരിഹാരമാണ്. ഇത്രയുമാണ് 1202 വർഷത്തെ ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഏവർക്കും നല്ല ഒരു വർഷം ആശംസിച്ചുകൊള്ളുന്നു.
നന്ദി, നമസ്കാരം.